കേരള നിയമസഭ സംഘടിപ്പിച്ച 4ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് സമാപനം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് ഗവർണർ പറഞ്ഞു. ചടങ്ങിൽ മൗറീഷ്യസ് മുൻ പ്രസിഡന്റ് ഡോക്ടർ അമീന ഗുരിബ് ഫക്കീം മുഖ്യാതിഥിയായി. വായനക്കാരുടെയും എഴുത്തുകാരുടെയും കണ്ണും മനസ്സും നിറച്ചാണ് ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന നിയമസഭാ പുസ്തകോത്സവത്തിന് തിരശീല വീഴുന്നത്. നിയമസഭ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന സമാപന സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. വിപുലമായ രീതിയിൽ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് കേരളത്തിന്റെ പ്രത്യേകതയാണെന്ന് ഗവർണർ പറഞ്ഞു. വായനയ്ക്കും അറിവിനും കേരളം നൽകുന്ന പ്രാധാന്യം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും ഗവർണർ വ്യക്തമാക്കി. I think this particular event of book festival will be a successful story for all of us. We must take a message from this. This is just not a festival of books. This has to be a festival of reading also. ചടങ്ങിൽ മൗറീഷ്യസ് മുൻ പ്രസിഡന്റ് ഡോക്ടർ അമീന ഗുരിബ് ഫക്കീം മുഖ്യാതിഥിയായി. നിയമസഭ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ പ്രകാശനവും കേരള നിയമസഭ മാധ്യമ അവാർഡുകളുടെ വിതരണവും ചടങ്ങിൽ നടന്നു. ജനുവരി 7-ന് ആരംഭിച്ച പുസ്തകോത്സവത്തിൽ നിരവധി പരിപാടികളും 300ഓളം പുസ്തക പ്രകാശനങ്ങളും 75-ലധികം പുസ്തക ചർച്ചകളും നടന്നു. കുട്ടികൾക്കായുള്ള സ്റ്റുഡൻസ് കോർണറും വടക്കേ മലബാറിന്റെ തനത് കലാരൂപമായ തെയ്യവും 4ാമത് പുസ്തകമേളയെ കൂടുതൽ ആകർഷകമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.